ഇവിടെ കുറച്ച് ആൾക്കാരാണെങ്കിൽ എന്തോ ഒരു ജീവിനെ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അത് എന്ത് ജീവിയാന്ന് നോക്കുന്ന സമയത്താണ് അത് വലിയൊരു എന്തോ ഒരു ജീവിയാണ്, ഒരു രാക്ഷസ പല്ലി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അങ്ങനെ പെട്ടെന്നാണെങ്കിൽ അവരുടെ തോക്കാണെങ്കിൽ വർക്കാവാതെ വരുവാണ്. ഇതേ ടൈം തന്നെയാണ് നമ്മുടെ കിങ്കോങ്ങിനെ കാണിക്കുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ കയ്യിലെ ചങ്ങലയൊക്കെ പൊട്ടിയിട്ട് എണീറ്റ് വരുവാണ്. അത് മാത്രമല്ല, ഒരു കയ്യിലാണെങ്കിൽ ഈ ഷിപ്പിന്റെ ഒക്കെ ടർബൈൻ ഉണ്ടല്ലേ, അത് ചങ്ങലയെ കുടുക്കി വെച്ചേക്കാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു സ്ത്രീയാണ്. അവളാണെങ്കിൽ ഈ രാക്ഷസ പല്ലി ഉണ്ടല്ലേ, ഇതാണെങ്കിൽ മറ്റേ ആ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് അവളാണെങ്കിൽ ഒരു ഫയർ ഗൺ എടുത്ത് അതിനെ ഷൂട്ട് ചെയ്യാണ്. അപ്പം അതിന്റെ ദേഹത്ത് നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ, അതിന്റെ തലയിലാണ് കൊള്ളുന്നത്. ഇതേ ടൈം തന്നെ നമ്മുടെ കിങ്കോങ് ആണെങ്കിൽ ഒരു വലിയ ടർബൈൻ ഇല്ലായിരുന്നു, അതെടുത്ത് അതിന്റെ ദേഹത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ വലിച്ചങ്ങ് എടുക്കുകയാണ്. അത് മാത്രമല്ല, ആ ചങ്ങല അതിന്റെ കഴുത്തിൽ കുടുക്കിയിട്ട് അതിനെ കൊല്ലാൻ നോക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു വലിയൊരു ഇടി വെച്ച് കൊടുക്കുകയാണ്. ഇതേ ടൈം തന്നെ ഈ കിങ്കോങ് അതിനെ ഇടിച്ചപ്പം ഒരു കുലുക്കം സംഭവിച്ചായിരുന്നു. അപ്പം മറ്റേ ആ സ്ത്രീ ആണെങ്കിൽ ഒരു മലയുടെ മണ്ടയിലായിരുന്നു നിന്നത്. അപ്പൊ പെട്ടെന്നാണെങ്കിൽ ആ സ്ത്രീ ആ മലയുടെ മണ്ടയിൽ നിന്ന് ഒരു നദിയിലോട്ട് വീഴുകയാണ്. ഇതേ ടൈം തന്നെ ഈ കിങ്കോങ് അവളെ രക്ഷിക്കാൻ പോകുന്ന സമയം ഈ രാക്ഷസ പല്ലി വീണ്ടും വരികയാണ്. എന്നിട്ട് ഈ കിങ്കോങ്ങിനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. കിങ്കോങ്ങിനെ വിടുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതിനെ ഇടിച്ച് ബോധം കെടുത്തി കളയാണ്. അത് മാത്രമല്ല, ഈ കിങ്കോങ് ആണെങ്കിൽ ചെന്ന് ആ നദിയിൽ നിന്ന് ആ സ്ത്രീയെ ആണെങ്കിൽ കൈവച്ച് പൊക്കി അങ്ങ് എടുക്കുകയാണ്. ഇതേ ടൈം തന്നെ ആ രാക്ഷസ പല്ലി വീണ്ടും വന്ന് അത് മരിച്ചിട്ടില്ലായിരുന്നു. അതാണെങ്കിൽ നമ്മുടെ കിങ്കോങ്ങിന്റെ കയ്യിൽ ആ സ്ത്രീ ഇല്ലേ, അവളെ കഴിക്കാൻ നോക്കുകയാണ്. ഇതേ ടൈം തന്നെ കിങ്കോങ് ആ സ്ത്രീയെ വിട്ടുകൊടുത്തില്ല, നാക്കോടെ തന്നെ ആ പല്ലിയെ പുഴുതിങ്ങെടുക്കുകയാണ്. ഇതേ ടൈം തന്നെ ആ പല്ലി മരിച്ചു പോവാണ്. അത് മാത്രമല്ല, ആ സ്ത്രീക്ക് ഇപ്പൊ ബോധമില്ല. അപ്പൊ ബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരില്ലായിരുന്നു, അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് രക്ഷിക്കാനായിട്ട്.